നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ദുബായ് ട്രേഡ് സെന്റർ റൗണ്ട് അബൌട്ടിലെ പുതിയ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. വികസന പദ്ധതിയുടെ സുപ്രധാന ഘട്ടം പൂർത്തിയായെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. The present Chief Minister and Politburo member from the Pinarayi Vijayan will be leading our campaign. As and when we get the majority. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കും. പിണറായിക്ക് ഇളവ് നൽകി PB, ടേം വ്യവസ്ഥ ബാധകമാകില്ല. സ്ഥാനാർത്ഥി പട്ടിക അടുത്തയാഴ്ചയെന്നും മുഖ്യമന്ത്രിയെ മുൻകൂട്ടി തീരുമാനിക്കുന്ന പതിവില്ലെന്നും പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി. സ്ഥാനാർത്ഥി പട്ടിക മാർച്ച് ആദ്യവാരത്തോടെ. തർക്കങ്ങൾക്കൊടുവിൽ RSPയിൽ സമവായം. കൊല്ലം ഇരവിപുരത്ത് വിഷ്ണുമോഹൻ സ്ഥാനാർത്ഥിയാകും. കാർത്തിക് പ്രേമചന്ദ്രന് സീറ്റില്ല. കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി സർക്കാർ. വിചാരണ നീതിപൂർവ്വം നടന്നില്ലെന്നും തെളിവുകൾ പരിശോധിച്ചത് പക്ഷപാതപരമായെന്നും സർക്കാർ. കേരള സ്റ്റോറി 2-ന് പ്രദർശനാനുമതി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. നടപടി നിർമ്മാതാക്കളുടെ ഹർജിയിൽ. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി ഡൽഹി റോസ് അവന്യൂ കോടതി. തെളിവുകളില്ലാതെ കേസിൽ ഉൾപ്പെടുത്തിയതിന് CBIക്ക് കോടതിയുടെ രൂക്ഷ വിമർശനം. സത്യം ജയിച്ചുവെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ അരവിന്ദ് കെജ്രിവാൾ. 24 घंटे भ्रष्ट है केजरीवाल, भ्रष्ट है. ഹൈക്കോടതിയെ സമീപിക്കാൻ CBI. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിരവധി ഓർഡറുകൾ, ഉത്തരവുകൾ നിലനിൽക്കെയാണ് ഈ നടപടി കേരളത്തിലെ ഗവൺമെന്റും മുഖ്യമന്ത്രിയും ചേർന്ന് തന്റെ OSD ആയ ശ്രീറാം സാംബശിവറാവുവിനെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ളത്. ഡാറ്റ ചോർച്ചയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട രമേശ് ചെന്നിത്തല. ശ്രീറാം സാംബശിവറാവു എഴുതിയ കത്ത് പുറത്തുവിട്ടു. ഡാറ്റ സ്വകാര്യ ഏജൻസിക്ക് കൈമാറിയെന്നും നടന്നത് ഗുരുതര സുരക്ഷാ ലംഘനമെന്നും ആരോപണം. വ്യക്തിവിവരങ്ങൾ തെരഞ്ഞെടുപ്പിനായി ദുരുപയോഗം ചെയ്തെന്നും സ്ത്രീ സുരക്ഷാ പദ്ധതിയിലെ വിവരങ്ങൾ ചോർത്തിയെന്നും ചെന്നിത്തല. ശബരിമലയിലെ സ്വർണ്ണ കൊടിമര നിർമ്മാണ ക്രമക്കേടിൽ സ്വർണം സമർപ്പിച്ച മോഹൻലാലിന്റെയും ദിലീപിന്റെയും മൊഴി രേഖപ്പെടുത്തി വിജിലൻസ്. തിരുവനന്തപുരത്തെ ജ്വല്ലറിയിൽ നിന്ന് 2 പവൻ സ്വർണം വാങ്ങി സുഹൃത്ത് മുഖേന പമ്പയിലെത്തിച്ചുവെന്ന് മോഹൻലാലിന്റെ മൊഴി. ദുബായിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ പ്രധാനപ്പെട്ട ട്രേഡ് സെന്റർ റൗണ്ട് അബൌട്ട് നവീകരണത്തിന്റെ ഭാഗമായുള്ള പുതിയ പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. 1000 മീറ്റർ നീളമുള്ള പുതിയ പാലം കൂടി വന്നതോടെ ട്രേഡ് സെന്റർ റൗണ്ട് അബൌട്ടിന്റെ വികസന പദ്ധതിയുടെ സുപ്രധാന ഘട്ടം പൂർത്തിയായെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. 1000 മീറ്റർ നീളത്തിൽ 2 വരികളുള്ള പാലമാണ് ട്രേഡ് സെന്റർ റൗണ്ട് അബൌട്ട് നവീകരണത്തിന്റെ ഭാഗമായി പൂർത്തിയാക്കിയത്. മണിക്കൂറിൽ 3000 വാഹനങ്ങൾക്ക് കടന്നുപോകാനുള്ള ശേഷിയുണ്ട് പുതിയ പാലത്തിന്. ഷെയ്ഖ് സായിദ് റോഡിനെയും ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന പാലം തുറന്നതോടെ കരാമ, ദൈറ എന്നിവിടങ്ങളിലേക്കുള്ള ട്രാഫിക് കൂടുതൽ സുഗമമാകും. ഷെയ്ഖ് സായിദ് റോഡിൽ നിന്നും ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് റോഡിലേക്കുള്ള യാത്രാസമയം 6 മിനിറ്റിൽ നിന്നും 1 മിനിറ്റായി കുറയും. ദുബായിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ സുപ്രധാനമാണ് ട്രേഡ് സെന്റർ റൗണ്ട് അബൌട്ടിന്റെ നവീകരണം. നിലവിൽ 60% നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. 5000 മീറ്ററിലേറെ ആകെ ദൈർഘ്യം വരുന്ന പുതിയ 5 പാലങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്നത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ, ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്റർ എന്നീ പ്രധാന ഇടങ്ങൾക്കും സബീൽ, അൽ സത്വ, അൽ കരാമ, അൽ ജാഫ്ലിയ, അൽ മൻകൂൾ എന്നീ പ്രധാന താമസ ഇടങ്ങൾക്കും ഗുണം ചെയ്യുന്നതാകും ട്രേഡ് സെന്റർ റൗണ്ട് അബൌട്ട് നവീകരണ പദ്ധതി. അമൃത ന്യൂസ്, ദുബായ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കും. പിണറായിക്ക് ഇളവ്, ടേം വ്യവസ്ഥ ബാധകമാകില്ല. സ്ഥാനാർത്ഥി പട്ടിക മാർച്ച് ആദ്യവാരമെന്നും മുൻകൂട്ടി മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന പതിവില്ലെന്നും MA ബേബി പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം പറഞ്ഞു. ഭൂരിപക്ഷം ലഭിച്ചാൽ അത്തരം ചർച്ചകളിലേക്ക് കടക്കും. പ്രധാനപ്പെട്ട നേതാക്കളിൽ ആരൊക്കെ മത്സരിക്കുമെന്നതിൽ വൈകാതെ ധാരണയാകും. വിജയസാധ്യത മാത്രമാണ് മാനദണ്ഡമെന്നും MA ബേബി പറഞ്ഞു.
We have declared that who would lead the election campaign in the coming elections in Kerala. That is the present Chief Minister and Politburo member from the Pinarayi Vijayan will be leading our campaign. As and when we get the majority, we will meet and we will take a call. We will take a decision over that. This is how we always decide. കൊല്ലം ഇരവിപുരം നിയമസഭാ സീറ്റിനെ ചൊല്ലി RSPയിൽ നിലനിന്നിരുന്ന തർക്കങ്ങൾക്കൊടുവിൽ നേതൃത്വം സമവായത്തിലെത്തി. NK പ്രേമചന്ദ്രന്റെ മകൻ കാർത്തിക് പ്രേമചന്ദ്രന്റെ പേരിൽ തർക്കം നിലനിന്ന ഇരവിപുരത്ത് വിഷ്ണു മോഹനെ സമവായ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചു. നേതാക്കളുടെ നേർക്കുനേർ തർക്കത്തിനൊടുവിലാണ് RYF സംസ്ഥാന സെക്രട്ടറി വിഷ്ണു മോഹനെ മത്സരിപ്പിക്കാൻ തീരുമാനമായത്. NK പ്രേമചന്ദ്രന്റെ മകൻ കാർത്തിക് പ്രേമചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ ശക്തമായ ഭിന്നത ഉയർന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. കാർത്തിക് പ്രേമചന്ദ്രനെ മത്സരിപ്പിക്കണമെന്നായിരുന്നു ഒരു വിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ കുടുംബാധിപത്യത്തിന് വഴിയൊരുക്കുന്ന തീരുമാനമാണെന്ന് ചൂണ്ടിക്കാട്ടി മറുവിഭാഗം ശക്തമായി എതിർത്തു. ഇത് തെറ്റായ രാഷ്ട്രീയ കീഴ്വഴക്കമാണെന്ന നിലപാടിലാണ് മറുവിഭാഗം നിലകൊണ്ടത്. മണ്ഡലം കമ്മിറ്റി സമർപ്പിച്ച പട്ടികയിൽ കാർത്തിക് ഉൾപ്പെട്ടിരുന്നെങ്കിലും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അന്തിമ ധാരണയായില്ല. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കാർത്തിക്കിന് അനുകൂലമായി ഭൂരിപക്ഷം അംഗങ്ങൾ അഭിപ്രായപ്പെട്ടെങ്കിലും ഷിബു ബേബി ജോണിന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് തീരുമാനം നീണ്ടുപോയി. സംസ്ഥാന കമ്മിറ്റി അംഗം MS ഗോപകുമാറിന്റെ പേരാണ് ഷിബു ബേബി ജോൺ വിഭാഗം മുന്നോട്ട് വെച്ചത്. എന്നാൽ പ്രേമചന്ദ്രൻ വിഭാഗം വഴങ്ങാഞ്ഞതോടെ ഇരുവിഭാഗത്തിനും സ്വീകാര്യനായ RYF സംസ്ഥാന സെക്രട്ടറി വിഷ്ണു മോഹനെയാണ് ഇരവിപുരം മണ്ഡലത്തിലെ സമവായ സ്ഥാനാർത്ഥിയായി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്. നഷ്ടപ്പെട്ട രാഷ്ട്രീയ ശക്തി വീണ്ടെടുക്കാനുള്ള നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ് പാർട്ടിയെന്ന് RSP നേതാവ് ഷിബു ബേബി ജോൺ വ്യക്തമാക്കി. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായെന്ന ആരോപണം അദ്ദേഹം തള്ളിക്കളഞ്ഞു. ഏത് പാർട്ടി എന്നുള്ള നിലയിൽ ഉള്ളപോലെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്തു. RSPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എല്ലാ RSPക്കാർക്കും ഒറ്റ ലക്ഷ്യമുള്ളൂ, നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം. ഇതിനിടെ സീറ്റ് വിഭജന ചർച്ചകൾ തുടരുകയാണ്. മട്ടന്നൂരിന് പകരമായി പാർട്ടി ആവശ്യപ്പെട്ട സീറ്റുകൾ ലഭിക്കണമെന്ന നിലപാടിലാണ് RSP നേതൃത്വം. ചവറയിൽ ഷിബു ബേബി ജോൺ, കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂർ, ആറ്റിങ്ങലിൽ സന്തോഷ് ഭദ്രൻ എന്നിവർ സ്ഥാനാർത്ഥികളാകാനാണ് സാധ്യത. മട്ടന്നൂരിന് പകരം ചടയമംഗലം അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് സീറ്റുകൾ ആവശ്യപ്പെടാനും RSP തീരുമാനിച്ചിട്ടുണ്ട്. UDF നേതൃത്വവുമായി ചർച്ചകൾ പൂർത്തിയാക്കിയതിനു പിന്നാലെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് RSP നേതൃത്വം വ്യക്തമാക്കുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. നടിയെ ആക്രമിച്ച കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയ സർക്കാർ വിചാരണ നീതിപൂർവ്വം നടന്നില്ലെന്നും തെളിവുകൾ പരിശോധിച്ചത് പക്ഷപാതപരമായെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി. തെളിവ് പരിശോധിക്കുന്നതിലടക്കം കാണിച്ചിട്ടുള്ള ഗുരുതരമായ വീഴ്ചകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിശദമായ അപ്പീലാണ് നൽകിയിരിക്കുന്നത്. ദിലീപ് അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ടത് ചോദ്യം ചെയ്താണ് അപ്പീൽ. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ വെറുതെ വിട്ടതുൾപ്പെടെ ചോദ്യം ചെയ്താണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. ദിലീപിനെ വെറുതെ വിടാൻ വിചാരണ കോടതി വസ്തുതകൾ വളച്ചൊടിച്ചെന്നും വിചാരണ നീതിപൂർവമായിരുന്നില്ലെന്നും അപ്പീലിൽ പറയുന്നു. പൾസർ സുനിയടക്കം 6 പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്ന് തെളിവ് കണ്ടെത്തിയ വിചാരണ കോടതി അതേ തെളിവുകൾ ദിലീപിന്റെ കാര്യത്തിൽ പരിഗണിച്ചില്ല. കൂട്ടബലാത്സംഗത്തിന് പ്രതികൾക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകിയത് ഞെട്ടിപ്പിക്കുന്നതാണെന്നും അപ്പീലിൽ പറയുന്നു. ദിലീപ് അടക്കം 6 പ്രതികളെ വെറുതെ വിട്ടതിനെതിരെയും പൾസർ സുനി അടക്കമുള്ളവർക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകിയത് ചോദ്യം ചെയ്തുമാണ് സർക്കാരിന്റെ അപ്പീൽ. കേസിലെ 1-ാം പ്രതി സുനിയും 8-ാം പ്രതി ദിലീപും തമ്മിലുള്ള ഗൂഢാലോചനയ്ക്ക് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ ഒന്നുപോലും വിചാരണ കോടതി പരിഗണിച്ചില്ലെന്നും സർക്കാർ ആരോപിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വിധിയിൽ നടത്തിയ പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്നും അപ്പീലിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. കേരള സ്റ്റോറി 2 സിനിമയ്ക്ക് പ്രദർശനാനുമതി. റിലീസ് തടഞ്ഞ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. നിർമ്മാതാക്കളുടെ ഹർജിയിലാണ് നടപടി. ജസ്റ്റിസ് സുശ്രുത് ധർമാധികാരി അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറഞ്ഞത്. സിനിമ മതസൗഹാർദ്ദം തകർക്കുന്നില്ലെന്നും റിലീസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുമായിരുന്നു നിർമ്മാതാക്കളുടെ വാദം. കേരള സ്റ്റോറി റിലീസ് തടഞ്ഞ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നിർമ്മാതാവ് ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ അപ്പീലിലാണ് കോടതി സിനിമയുടെ റിലീസിന് അനുമതി നൽകിയത്. ടീസർ ഇറങ്ങി 16 ദിവസത്തിന് ശേഷമാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയതെന്ന് നിർമ്മാതാവ് ഡിവിഷൻ ബെഞ്ചിൽ വാദിച്ചു. ചില സാമൂഹിക വിപത്തുകളെ കുറിച്ച് പറയുന്ന സിനിമയുടെ 1-ാം ഭാഗം ദേശീയ പുരസ്കാരങ്ങൾ നേടിയ ചിത്രമാണെന്നും സിനിമയ്ക്ക് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയതാണെന്നും നിർമ്മാതാവ് കോടതിയിൽ പറഞ്ഞു. സിനിമ പ്രഥമ ദൃഷ്ട്യാ മതസൗഹാർദ്ദത്തിന് ഭീഷണിയാണെന്ന സിംഗിൾ ബെഞ്ചിന്റെ വിലയിരുത്തൽ വസ്തുതാവിരുദ്ധമാണെന്നാണ് അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. താൽപര്യ ഹർജിയുടെ രീതിയിൽ നൽകിയ ഹർജി പരിഗണിക്കുവാൻ സിംഗിൾ ബെഞ്ചിന് അധികാരമില്ലെന്നും അത് പരിഗണിക്കേണ്ടത് ഡിവിഷൻ ബെഞ്ചാണെന്നും നിർമ്മാതാവ് വാദിച്ചു. ഇതേ തുടർന്നാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തത്. ഇതോടെ ചിത്രത്തിന് പ്രദർശനാനുമതിയായി. അമൃത ന്യൂസ്, കൊച്ചി.
ഡൽഹി മദ്യനയ കേസിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെയും കുറ്റവിമുക്തരാക്കി. ഡൽഹി റോസ് അവന്യൂ കോടതിയുടേതാണ് നടപടി. ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ CBIക്ക് സാധിച്ചില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഗൂഢാലോചനയോ അഴിമതിയോ സ്ഥിരീകരിക്കുന്ന കൃത്യമായ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന് റോസ് അവന്യൂ കോടതി പറഞ്ഞു. അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും കൂടാതെ കേസിൽ പ്രതി ചേർക്കപ്പെട്ട മറ്റ് 21 പേരെയും പ്രത്യേക ജഡ്ജി ജിതേന്ദ്ര സിംഗ് കുറ്റവിമുക്തരാക്കി. ഭരണഘടനാ പദവികൾ വഹിക്കുന്നവർക്കെതിരെ തെളിവുകളില്ലാതെ കേവലം അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് CBIക്ക് രൂക്ഷ വിമർശനമാണ് കോടതിയിൽ നിന്നുണ്ടായത്. വിധിക്കു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട അരവിന്ദ് കെജ്രിവാൾ വികാരാധീനനായി പൊട്ടിക്കരഞ്ഞു. സത്യം ജയിച്ചുവെന്ന് പറഞ്ഞു. पूरा का पूरा फर्जी केस था। हमारे ऊपर कीचड़ फेंका गया। 24 घंटे टीवी चैनलों के ऊपर डिबेट चलते थे, खबरें दिखाई जाती थी केजरीवाल भ्रष्ट है, केजरीवाल भ्रष्ट है। हो गए केजरीवाल भ्रष्ट नहीं है। പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചേർന്ന് ആം ആദ്മി പാർട്ടിക്കെതിരെ മെനഞ്ഞ ഗൂഢാലോചനയാണിതെന്ന് കെജ്രിവാൾ ആരോപിച്ചു. വിധി ആം ആദ്മി പാർട്ടിക്ക് വലിയ രാഷ്ട്രീയ വിജയമാണ്. നീണ്ടകാലത്തെ ജയിൽവാസത്തിനും നിയമപോരാട്ടങ്ങൾക്കും ശേഷം കെജ്രിവാളിനും മറ്റ് നേതാക്കൾക്കും ഇതൊരു തിരിച്ചുവരവ് കൂടിയാണ്. റോസ് അവന്യൂ കോടതിയുടെ വിധിക്കെതിരെ CBI ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കും. ന്യൂസ് ഡെസ്ക് അമൃത TV. വീണ്ടും ഡാറ്റ ചോർച്ച ആരോപണവും ഉന്നയിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ പേര് ചേർത്ത മുഴുവൻ സ്ത്രീകളുടെയും വ്യക്തിവിവരങ്ങൾ സർക്കാർ ചോർത്തിയെന്ന് ചെന്നിത്തല ആരോപിച്ചു. വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുമെന്നും ആരോപണമുണ്ട്. വ്യക്തിഗത വിവരങ്ങൾ കൈമാറാൻ നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി സാംബശിവ റാവു ആണെന്ന് വ്യക്തമാക്കുന്ന രേഖകളും രമേശ് ചെന്നിത്തല പുറത്തുവിട്ടു. അതിനിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡാറ്റ ചോർത്തിയിട്ടില്ലെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി സർക്കാർ. സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ചേർന്നിട്ടുള്ള ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ വ്യക്തിവിവരങ്ങൾ ചോർന്നെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. വിവരങ്ങൾ മുംബൈ കേന്ദ്രമായ സ്വകാര്യ ഏജൻസിക്ക് കൈമാറി. 1 കോടിയോളം പേർക്ക് സന്ദേശങ്ങൾ അയക്കാൻ സർക്കാരിന് സംവിധാനങ്ങളില്ല. സന്ദേശങ്ങൾ അയക്കാൻ സ്വകാര്യ ഏജൻസിയെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലെ 35 വയസ്സിലധികം പ്രായമായ സ്ത്രീകളുടെ വിവരങ്ങൾ ഇപ്പോൾ സ്വകാര്യ ഏജൻസിയുടെ കൈവശമെത്തിയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇത് സംബന്ധിച്ച് 7/2/2026 പുറത്തിറക്കിയ ഉത്തരവും ചെന്നിത്തല പുറത്തുവിട്ടു. സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ 35 വയസ്സ് കഴിഞ്ഞ മുഴുവൻ സ്ത്രീകളും, ലക്ഷക്കണക്കിന് സ്ത്രീകൾ അതിലുണ്ട്. അവരുടെ വ്യക്തിഗത വിവരങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന IT സെക്രട്ടറി കൂടിയായ OSD ശ്രീ സാംബശിവ റാവു ചോർത്തിയെടുത്തത്. 8 ലക്ഷത്തോളം സംസ്ഥാന ജീവനക്കാർ, 72 ലക്ഷം ക്ഷേമ പെൻഷൻകാർ, 3 ലക്ഷം ചെറുകിട സംരംഭകർ, സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ പേര് ചേർത്തവർ തുടങ്ങി 1 കോടിയിലധികം ആളുകളുടെ വ്യക്തിഗത വിവരങ്ങളാണ് ഇവർ ചോർത്തിയെടുത്തിട്ടുള്ളത്. ലക്ഷക്കണക്കിന് രൂപ മൂല്യമുള്ളതാണ് വ്യക്തിഗത വിവരങ്ങൾ. ഈ വിവരങ്ങൾ സൈബർ തട്ടിപ്പ് സംഘങ്ങളുടെ കൈവശമെത്തിയാൽ എന്താകും അവസ്ഥയെന്നും ചെന്നിത്തല ചോദിച്ചു. രേഖകൾ കൈമാറാൻ നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി സാംബശിവ റാവുവാണ്. മുൻപ് M ശിവശങ്കർ ചെയ്തതൊക്കെയാണ് ഇപ്പോൾ സാംബശിവ റാവു ചെയ്യുന്നതെന്നും ചെന്നിത്തല ആരോപിച്ചു. സാംബശിവ റാവു ശിവശങ്കരന്റെ റോളിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഈ OSD ആയ ശ്രീ സാംബശിവ റാവു IAS ശിവശങ്കരന്റെ അനുഭവം മനസ്സിലാക്കണം. ശിവശങ്കർ സ്പ്ലിങ്കറിന് കൊടുത്തിട്ടുള്ള കരാറുകളും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും ഞാൻ ഉന്നയിച്ച വിവരങ്ങളും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇടപെടലും ഈ OSD ആയ സാംബശിവ റാവു മനസ്സിലാക്കണമെന്ന് ഞാൻ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകുകയാണ്. IT മിഷനിലെ താൽക്കാലിക ജീവനക്കാരന്റെ കൈവശം വിവരങ്ങൾ കൈമാറാനാണ് സാംബശിവ റാവു നിർദ്ദേശിച്ചത്. IT വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ പേരിൽ 10ഓളം സ്വകാര്യ ഏജൻസികളെ എംപാനൽ ചെയ്യുന്നതിന് OSDയുടെ പേരിൽ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും ചെന്നിത്തല ആരോപിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമലയിലെ കൊടിമര നിർമ്മാണ ക്രമക്കേടിൽ നടന്മാരായ മോഹൻലാലിന്റെയും ദിലീപിന്റെയും മൊഴി രേഖപ്പെടുത്തി വിജിലൻസ്. മോഹൻലാലിന്റെ മൊഴി തിരുവനന്തപുരത്ത് വെച്ചും ദിലീപിന്റെ മൊഴി കൊച്ചിയിലുമാണ് വിജിലൻസ് സംഘം രേഖപ്പെടുത്തിയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു.
2017 ശബരിമലയിൽ നടത്തിയ സ്വർണ്ണക്കൊടിമര പുനർനിർമ്മാണത്തിൽ സ്വർണം നൽകിയവരുടെ ലിസ്റ്റിൽ നിന്നുമാണ് നടന്മാരായ മോഹൻലാലിന്റെയും ദിലീപിന്റെയും മൊഴി വിജിലൻസ് സംഘം രേഖപ്പെടുത്തിയത്. കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരം 2 പവൻ തിരുവനന്തപുരത്തെ പ്രമുഖ ജ്വല്ലറിയിൽ നിന്നും വാങ്ങി സുഹൃത്ത് വഴി പമ്പയിൽ എത്തിച്ചതായാണ് മോഹൻലാൽ മൊഴി നൽകിയത്. കഴിഞ്ഞ ഏതാനും ദിവസം തിരുവനന്തപുരത്തുണ്ടായിരുന്ന മോഹൻലാലിന്റെ മൊഴി തിരുവനന്തപുരത്ത് വെച്ചാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. ദിലീപിന്റെ മൊഴി കൊച്ചിയിൽ വെച്ചും രേഖപ്പെടുത്തി. നൽകിയ സ്വർണത്തിന്റെ അളവടക്കം ദിലീപ് മൊഴി നൽകിയിട്ടുണ്ട്. സുരേഷ് ഗോപി, സംവിധായകരായ ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ, നിർമ്മാതാവ് സുരേഷ് കുമാർ എന്നിവരുടെ മൊഴി വിജിലൻസ് നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. കൊടിമര നിർമ്മാണത്തിൽ സ്വർണം സംഭാവനയായി നൽകിയ 27 പേരുടെ മൊഴികളും വിജിലൻസ് സംഘം രേഖപ്പെടുത്തും. നിർമ്മാണ സമയത്ത് അഭിഭാഷക കമ്മീഷണറായിരുന്ന ASP കുറുപ്പ് ചട്ടവിരുദ്ധമായി സ്വർണം കൈപ്പറ്റിയത് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് വിജിലൻസിനോട് ത്വരിത അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടത്. റിപ്പോർട്ട് 1 മാസത്തിനകം സമർപ്പിക്കാനാണ് നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിലാകും കൂടുതൽ അന്വേഷണം നടത്തണമോ വേണ്ടയോ എന്ന് ഹൈക്കോടതി തീരുമാനിക്കുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവും ജയിലിന് പുറത്തേക്ക്. ദ്വാരപാലക ശില്പ കേസിലാണ് വിജിലൻസ് കോടതി ഇന്ന് സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. കട്ടളപ്പാലി കേസിൽ KS ബൈജുവിന് നേരത്തെ തന്നെ ജാമ്യം ലഭിച്ചിരുന്നു. റിമാൻഡ് കാലാവധി പൂർത്തിയായിട്ടും അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. ദക്ഷിണേഷ്യയെ കടുത്ത യുദ്ധഭീതിയിലാഴ്ത്തി അഫ്ഗാനിസ്ഥാനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂൾ, കാണ്ഡഹാർ, പക്തിയ പ്രവിശ്യകളിൽ പാകിസ്ഥാൻ ബോംബാക്രമണം നടത്തി. വ്യോമാക്രമണങ്ങൾക്ക് തിരിച്ചടിയായി അതിർത്തിയിലെ പാക് സൈനിക പോസ്റ്റുകൾക്ക് നേരെ അഫ്ഗാനും പ്രത്യാക്രമണം നടത്തി. നിരവധി പേർ കൊല്ലപ്പെട്ടു. അതിനിടെ താലിബാനെ നിയന്ത്രിക്കാൻ പാകിസ്ഥാൻ സൗദി അറേബ്യയുടെ സഹായം തേടി. അതിർത്തിയിലെ സംഘർഷം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് എക്സിലൂടെ അഫ്ഗാനിസ്ഥാനെതിരെ നേരിട്ടുള്ള യുദ്ധം പ്രഖ്യാപിച്ചത്. ക്ഷമ നശിച്ചിരിക്കുന്നുവെന്നും ഇനി നിങ്ങൾക്കും ഞങ്ങൾക്കുമിടയിൽ തുറന്ന യുദ്ധമായിരിക്കുമെന്നും അദ്ദേഹം കുറിച്ചു. പാകിസ്ഥാൻ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ ഗസബ് ലിൽ ഹക്ക് എന്ന സൈനിക നടപടിയിൽ മേഖല അതീവ ജാഗ്രതയിലാണ്. കാബൂളിലെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാൻ വിമാനങ്ങളുടെ ആക്രമണം. പുലർച്ചെ കാബൂളിൽ 8ഓളം വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായതായാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 130-ലധികം താലിബാൻകാരെ വധിച്ചതായി പാകിസ്ഥാൻ അവകാശപ്പെടുന്നു. താലിബാന്റെ സൈനിക ശേഷിക്ക് കനത്ത ആഘാതമേൽപ്പിച്ച് അവരുടെ 80-ലധികം ടാങ്കുകൾ, പീരങ്കികൾ, കവചിത വാഹനങ്ങൾ എന്നിവ പാക് വ്യോമാക്രമണത്തിലും ഷെല്ലാക്രമണത്തിലും തകർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഡ്യൂറൻ ലൈനിലെ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾക്കും താവളങ്ങൾക്കും നേരെ വൻതോതിലുള്ള ആക്രമണങ്ങളാണ് അഫ്ഗാൻ സൈന്യം നടത്തുന്നതെന്ന് താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് വ്യക്തമാക്കി. 55 പാകിസ്ഥാൻ സൈനികരെ വധിച്ചതായും നിരവധി പോസ്റ്റുകൾ പിടിച്ചെടുത്തതായും അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെടുന്നു. ഇന്ത്യ പാകിസ്ഥാന്റെ നീക്കത്തിൽ ആശങ്ക രേഖപ്പെടുത്തുകയും അഫ്ഗാന്റെ പരമാധികാരത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു. മേഖലയിലെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി തുടരുന്നത് ഇന്ത്യ നിരീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഷാർജയിൽ കാൽനടയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കർശന നടപടികളുമായി ട്രാഫിക് പോലീസ് വിഭാഗം. അനുവദനീയമല്ലാത്ത സ്ഥലങ്ങളിലൂടെ റോഡ് മുറിച്ചു കടക്കുന്നവർക്കും കാൽനടയാത്രക്കാർക്ക് പരിഗണന കൊടുക്കാത്ത വാഹന ഡ്രൈവർക്കെതിരെയും നിയമ നടപടികളുണ്ടാകും. സീബ്ര ലൈനുകളിലൂടെ റോഡ് മുറിച്ചു കടക്കുന്നവരെ പരിഗണിക്കാതെ വാഹനം ഓടിച്ചാൽ 500 ദിർഹം പിഴയും 6 ബ്ലാക്ക് പോയിന്റുമാണ് ശിക്ഷ. അനുവദനീയമല്ലാത്ത സ്ഥലങ്ങളിലൂടെ റോഡ് മുറിച്ചു കടക്കുന്ന കാൽനടയാത്രക്കാർ 400 ദിർഹം പിഴ അടയ്ക്കേണ്ടി വരും. സ്കൂൾ പരിസരങ്ങളിലും താമസ കേന്ദ്രങ്ങളും ഡ്രൈവർമാർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും ഷാർജ പോലീസ് അറിയിച്ചു. UAEയിൽ വരുന്ന ആഴ്ചയിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മാർച്ച് 4-5 തീയതികളിൽ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. കാറ്റിന്റെ വേഗം കൂടുന്നതിനൊപ്പം പൊടിക്കാറ്റിനും സാധ്യതയുണ്ട്. താപനിലയിലും കുറവുണ്ടാകും. കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യത. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. പലസ്തീൻ ജനതയ്ക്ക് ഭക്ഷണം പാകം ചെയ്ത് വിതരണം ചെയ്യാനായി ഗാസ മുനമ്പിൽ കിങ് സൽമാൻ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ആൻഡ് റിലീഫ് സെന്റർ സെൻട്രൽ കിച്ചൺ ഉദ്ഘാടനം ചെയ്തു. ഗാസയിലെ പലസ്തീൻ ജനതയെ സഹായിക്കാനുള്ള സൗദി ജനകീയ ക്യാമ്പയിന്റെ കീഴിലും സൗദി സെന്റർ ഫോർ കൾച്ചർ ആൻഡ് ഹെറിറ്റേജുമായി സഹകരിച്ചും സെൻട്രൽ കിച്ചൺ ഡെവലപ്മെന്റ് ആൻഡ് ഓപ്പറേഷൻ പ്രോജക്ടിന്റെ ഭാഗമായാണ് ഈ സംരംഭം. ഈ റമദാൻ മാസം മുതൽ പ്രതിദിനം 24,000 പേർക്ക് ഭക്ഷണം വിതരണം ചെയ്യാനായി ഗാസ മുനമ്പിൽ പൂർണ്ണമായും സജ്ജീകരിച്ച സെൻട്രൽ കിച്ചൺ വികസിപ്പിച്ച് പ്രവർത്തിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ദശലക്ഷക്കണക്കിന് പാക്കറ്റ് ഭക്ഷണം ഇവിടെ തയ്യാറാക്കി വിതരണം ചെയ്യും.
കുവൈറ്റിലെ നുവൈസീബ് അതിർത്തി കടക്കാൻ വ്യാജ പാസ്പോർട്ടുകളുമായി എത്തിയ 7-അംഗ കുടുംബത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. അതിർത്തിയിലെ രേഖകൾ പരിശോധിക്കുന്നതിനിടെ പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടുന്ന സംഘത്തെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. യാത്രക്കാരുടെ പാസ്പോർട്ടുകൾ പരിശോധിക്കുന്നതിനിടെ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട എക്സിറ്റ് സ്ലിപ്പുകൾ പാസ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. പാസ്പോർട്ട് ഉദ്യോഗസ്ഥർ സ്ലിപ്പ് നൽകാൻ മറന്നുപോയതാണെന്നായിരുന്നു ഇവരുടെ മറുപടി. എന്നാൽ അധികൃതർ ഇവരെ വിശദമായി പരിശോധിച്ചപ്പോഴാണ് പാസ്പോർട്ടുകളിൽ ഔദ്യോഗിക എക്സിറ്റ് സ്റ്റാമ്പുകൾ ഇല്ലെന്ന് കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ വിരലടയാള പരിശോധനാ ഫലം പുറത്തുവന്നതോടെ പാസ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നതുപോലെ ഇവർ ഗൾഫ് പൗരന്മാരല്ലെന്നും വ്യാജരേഖകൾ ചമച്ചതാണെന്നും തെളിഞ്ഞു. സംഘം സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ ഡ്രൈവർ യഥാർത്ഥ ഗൾഫ് പൗരനാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. തുടർന്നുള്ള നിയമ നടപടികൾക്കായി ഇവരെ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി. സൗദിയിൽ ഇന്ത്യ ഉൾപ്പെടെ ലോകത്തെ 40 രാജ്യങ്ങളിൽ നിന്നുള്ള കോഴിയിറച്ചി, മുട്ട എന്നിവയുടെ ഇറക്കുമതിക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനും രാജ്യത്തെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുമാണ് ഈ കടുത്ത നടപടിയെന്ന് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി അറിയിച്ചു. പക്ഷിപ്പനി ഉൾപ്പെടെയുള്ള രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ആഗോളതലത്തിൽ ആരോഗ്യ സാഹചര്യങ്ങളും രോഗവ്യാപന റിപ്പോർട്ടുകളും മുൻനിർത്തിയാണ് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യങ്ങളുടെ പട്ടിക അതോറിറ്റി പുതുക്കിയത്. ജിദ്ദ ഓദായ് ചാത്തലൂർ വെൽഫെയർ കമ്മിറ്റിയുടെ പുതിയ പ്രവർത്തന വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുപ്പ് നടപടികൾക്ക് സബാഹ് VT നേതൃത്വം നൽകി. തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളെ ഷറഫിയ എല്ലോറയിൽ നടന്ന ഇഫ്താർ വിരുന്നിൽ വെച്ച് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. മുഹമ്മദ് അമീൻ ചെമ്മല പ്രസിഡന്റും ജുനൈസ് ബാവ UP ജനറൽ സെക്രട്ടറിയും ഷിജാഹ് VT ട്രഷററുമാണ്. സുൽഫിക്കർ ഒദായി, അഷ്റഫ് VT എന്നിവർ രക്ഷാധികാരികളുമാണ്. ഗഫൂർ PC, ഹബീബ് കാഞ്ഞിരാല, സുനീർ KP, ഫൈസൽ ബാബു KC, ആരിഫ് VT എന്നിവർ സഹഭാരവാഹികളുമാണ്. കമ്മിറ്റിയുടെ സുഗമമായ പ്രവർത്തനത്തിന് സബ് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. പ്രവാസി ലീഗൽ സെൽ കുവൈറ്റ് ചാപ്റ്റർ കുവൈറ്റ് ദേശീയ ദിനവും വിമോചന ദിനവും ആഘോഷിച്ചു. പ്രവാസി ലീഗൽ സെൽ സെക്രട്ടറി ശ്രീകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങ് നോർക്ക ലോക കേരള സഭ പ്രതിനിധി ബാബു ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ലീഗൽ സെൽ കുവൈറ്റ് ചാപ്റ്റർ ജനറൽ സെക്രട്ടറി ഷൈജിത്ത് അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന പ്രസംഗത്തിൽ ലീഗലിന്റെ പ്രവർത്തനങ്ങൾക്ക് കുവൈറ്റ് അധികാരികളിൽ നിന്നും അഭിഭാഷകരിൽ നിന്നും ലഭിക്കുന്ന സഹായങ്ങൾക്ക് നന്ദി പറയുകയും കുവൈറ്റ് ജനതയുടെ ആഘോഷങ്ങൾക്കുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രവാസി ലീഗൽ സെൽ കുവൈറ്റ് ചാപ്റ്റർ ട്രഷറർ രാജേഷ് ഗോപി ചടങ്ങിന് നന്ദി പറഞ്ഞു. തിരുവനന്തപുരം കൈമനം മാതാ അമൃതാനന്ദമയി മഠം ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷിക ആഘോഷങ്ങൾക്ക് നാളെ തുടക്കമാകും. മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും സന്യാസി ശ്രേഷ്ഠരുടെ നേതൃത്വത്തിൽ സത്സംഗങ്ങളും നടക്കും. അനന്തപുരിയെ ഭക്തിസാന്ദ്രമാക്കി തിരുവനന്തപുരം കൈമനം മാതാ അമൃതാനന്ദമയി മഠം ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിന് നാളെ തുടക്കമാകും. സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിലേക്ക് ഭക്തന്മാരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനായി സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി പ്രതിഷ്ഠിച്ചതാണ് ബ്രഹ്മസ്ഥാന ക്ഷേത്രങ്ങൾ. 2 ദിവസങ്ങളിലായി നടക്കുന്ന പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടത്തുമെന്ന് കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി പറഞ്ഞു. ലോകമെങ്ങും അമ്മയ്ക്ക് 22ഓളം ബ്രഹ്മസ്ഥാന ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ദക്ഷിണ കേരളത്തിലെ ഏക ക്ഷേത്രം ഇതാണ്. ഈ ഫെബ്രുവരി 28, മാർച്ച് 1 തീയതികളിൽ ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ വാർഷികം ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് എല്ലാവരെയും സാദരം ക്ഷണിക്കുന്നു. 28-ാം തീയതി രാവിലെ 5 മണിക്ക് ബ്രഹ്മകലശാഭിഷേകത്തോടു കൂടിയാണ് ഉത്സവം ആരംഭിക്കുന്നത്. തുടർന്ന് 6 മണിക്ക് ലളിതാ സഹസ്രനാമാർച്ചനയും ഗണപതി ഹോമവും ഉണ്ടായിരിക്കും. 7 മണിക്ക് രാഹുദോഷ നിവാരണ പൂജ നടക്കുന്നതാണ്. 10 മണിക്ക് സ്വാമി വിവേകാമൃതാനന്ദപുരിയുടെ സത്സംഗവും ഭജനയും ഉണ്ടായിരിക്കും. ഉച്ചകഴിഞ്ഞ് സംഗീതാർച്ചന ഉണ്ടാവും. വൈകുന്നേരം 4:30 മണിക്ക് ശനിദോഷ ശാന്തി പൂജ നടത്തുന്നുണ്ട്. അതിനുശേഷം രാത്രി 6:30 മണിക്ക് വിദ്യാസാഗർ ഗുരുമൂർത്തിയുടെ ഒരു പ്രഭാഷണവും സംശയ നിവാരണത്തിനും ഉള്ള അവസരമുണ്ട്. 1-ാം തീയതി രാവിലെ 7:30 മണിക്ക് ചൊവ്വാദോഷ ശാന്തി പൂജയും നവഗ്രഹോമവും ഉണ്ടായിരിക്കും. 10 മണിക്ക് ലളിതാ സഹസ്രനാമ ഹോമവും അതുപോലെ തന്നെ സത്സംഗവും ഭജനയും ഉണ്ടാവും. ഉച്ച കഴിഞ്ഞിട്ട് സോപാന നൃത്തം എന്ന പേരിൽ സ്വാമി കൃഷ്ണമയാനന്ദ അവതരിപ്പിക്കുന്നൊരു പരിപാടിയുണ്ട് 4 മണി വരെ.
ആഘോഷങ്ങളുടെ ഭാഗമായി ഉത്സവത്തിന്റെ 2ാം ദിനം അമൃതശ്രീ അംഗങ്ങൾക്കുള്ള വസ്ത്രവും മൂലധനവും വിതരണം ചെയ്യും. കലാസന്ധ്യയും അരങ്ങേറും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഡോക്ടർ APJ അബ്ദുൽ കലാം ജനമിത്ര പുരസ്കാരം അമൃത TV സ്റ്റാഫ് റിപ്പോർട്ടർ ദേവിക ചന്ദ്രന്. തിരുവനന്തപുരത്ത് മന്ത്രി GR അനിലിൽ നിന്ന് മികച്ച സ്പെഷ്യൽ റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം ദേവിക ചന്ദ്രൻ ഏറ്റുവാങ്ങി. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ സ്മരണാർത്ഥം അബ്ദുൽ കലാം സ്റ്റഡി സെന്ററാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യുവാവിന്റെ മൃതദേഹം സംസ്കരിച്ചു. 10ാം ബ്ലോക്കിലെ അനീഷിനാണ് വീട്ടുമുറ്റത്ത് വെച്ച് ആനയുടെ ചവിട്ടേറ്റത്. ഭാര്യയ്ക്ക് ജോലി ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളിൽ ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് മൃതദേഹം സംസ്കരിച്ചത്. പ്രതിഷേധത്തിൽ വനംവകുപ്പിനെതിരെയും ആനമതിൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ താളം തെറ്റിയതിലും ജനരോക്ഷം ഇരമ്പി. ഇന്ത്യക്കെതിരായ വനിതാ ഏകദിന പരമ്പര സ്വന്തമാക്കി ഓസ്ട്രേലിയ. 2ാം ഏകദിനത്തിൽ 5 വിക്കറ്റിന് ഇന്ത്യയെ കീഴടക്കിയാണ് ഓസീസ് പരമ്പര നേടിയത്. 3 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങളും ഓസീസ് വിജയിച്ചു. 2ാം ഏകദിനത്തിൽ ഇന്ത്യ ഉയർത്തിയ 252 റൺസ് വിജയലക്ഷ്യം 36.1 ഓവറിൽ 5 വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തി ഓസീസ് മറികടന്നു. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർത്തിയാവുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.